കൊമേഴ്സ് ഫോർ എച്ച് എസ് എസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഒന്നാം വർഷ ബിസിനസ് സ്റ്റഡീസിലെ ഒന്നാമത്തെ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈ അധ്യായത്തിൽ ബിസിനസ് അതിൻ്റെ ഫീച്ചേഴ്സ്, ബിസിനസ് എംപ്ലോയ്മെൻറ്റ് പ്രൊഫഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആസ് എ ഹ്യൂമൻ ബീങ്സ് വി ആർ എൻജോയ്ഡ് ഇൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ന രീതിയിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസിനകത്ത് ഏർപ്പെടുന്നത് അല്ലേ? എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ഡെയിലി ലൈഫിൽ ഏർപ്പെടുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതായത് ഹ്യൂമൻ ബീങ്സ് ആർ എൻജോയ്ഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മൾ പല രീതിയിലുള്ള ആക്ടിവിറ്റീസിനകത്ത് ഓരോ ദിവസവും ഏർപ്പെടുന്നത് അല്ലേ? ഇപ്പോൾ ചില ആക്ടിവിറ്റീസ് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിനകത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യുന്നു? ഭക്ഷണം പാകം ചെയ്യുന്നു അല്ലേ? വീട്ടിലെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, വീട് വൃത്തിയാക്കുന്നു. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ എന്ത് ചെയ്യാം, അവരെ സഹായിക്കാം വീട് വൃത്തിയാക്കാനും, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനും, അല്ലെങ്കിൽ വീട്ടിൻ്റെ ചുറ്റുപാട് വൃത്തിയാക്കാനും, അങ്ങനെയുള്ള പല പ്രവർത്തികളും നമ്മൾ ഏർപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് ജോലി ഉണ്ടാവും അല്ലേ? അമ്മ ജോലിക്ക് ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ചിലപ്പോൾ എന്ത് ചെയ്യും? ജോലിക്ക് പോകാം, അല്ലെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും? ജോലിക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പുറത്തൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ അച്ഛനോ അമ്മയോ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ദേ വിൽ ഗെറ്റ് സം മണി അല്ലേ? അവർക്ക് പണം കിട്ടും. വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ദേ വിൽ ഗെറ്റ് സം മണി. അത് നമ്മൾ എന്ത് ശമ്പളം അല്ലെങ്കിൽ എന്ത് കൂലി എന്നൊക്കെ പറയും. പല രീതിയിൽ പല ടേമിൽ നമ്മൾ ഉപയോഗിക്കും. പിന്നെ നമ്മളിപ്പം വീട്ടിനകത്ത് ചെയ്യുന്ന ജോലികൾ, ഇപ്പോൾ അമ്മ നമ്മൾ വീട്ടിനകത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട് വൃത്തിയാക്കുന്നു. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ അവരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം ജോലികൾക്ക് നമുക്ക് എന്തില്ല, വിൽ നോട്ട് ഗെറ്റ് എനി റിട്ടേൺസ്. നമുക്ക് എന്തില്ല, വരുമാനമൊന്നും ലഭിക്കുന്നില്ല. നമുക്ക് ആരും പൈസ തരില്ല അല്ലെ? അമ്മ ജോലി ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കുന്നില്ല അല്ലെ? അമ്മ നമ്മൾ വീട് വൃത്തിയാക്കുന്നു, നിങ്ങളും വീട് വൃത്തിയാക്കുന്നു, നിങ്ങൾക്ക് അമ്മക്കും ആരും എന്തില്ല, പൈസ തരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ജോലികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമ്മൾ കാണുകയാണെങ്കിൽ ചില ആക്ടിവിറ്റീസിന് നമുക്ക് കിട്ടുന്നു റിട്ടേൺസ് കിട്ടും, പണമായിട്ട് റിട്ടേൺസ് കിട്ടുന്നു. ചില ആക്ടിവിറ്റീസ് എന്തില്ല, വി വിൽ നോട്ട് ഗെറ്റ് എനി മണി അല്ലേ? അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് ദ ആക്ടിവിറ്റീസ് വിച്ച് ഗെറ്റ് റിട്ടേൺസ് ഓർ മണി. സച്ച് ആക്ടിവിറ്റീസ് ആർ കോൾഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അത്തരം ആക്ടിവിറ്റീസ് നമ്മൾ പറയുന്ന പേരാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നോക്കുക, ഇറ്റ് ഈസ് ഫോർ ഏൺ എ ലൈവ്ലിഹുഡ്. നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു വരുമാനം, നമ്മുടെ ജീവിതം എന്താണ്? ഒരു വരുമാന മാർഗം. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ നേരത്തെ നമ്മുടെ വീട്ടിലകത്തുള്ള ആളുകൾ, നമ്മൾ അച്ഛനോ അമ്മയോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുന്നു? ശമ്പളമോ അല്ലെങ്കിൽ കൂലിയോ ലഭിക്കും. അപ്പോൾ അത് ലഭിക്കുമ്പം അത് നമ്മുടെ ജീവിത വരുമാന മാർഗമാണ്, ജീവിതത്തിനുള്ള ഒരു മാർഗമാണ്. അത് ലൈവ്ലിഹുഡ്. ലൈവ്ലിഹുഡ് മീൻസ് ജീവിത ഉപാധിയാണ്. നമ്മുടെ ഒരു ജീവിത ഉപാധിയായിട്ടാണ് ആ ജോലിയെ നമ്മൾ കാണുന്നത് അല്ലേ? സച്ച് ആക്ടിവിറ്റീസ് ആർ കോൾഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ഏൺ മണി ഫോർ ലൈവ്ലിഹുഡ്. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മൾ ജീവിക്കാൻ വേണ്ടി ജീവിത ഉപാധിയായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചില ആളുകളുടെ പാരൻസ് എന്തായിരിക്കും? ഓഫീസ് വർക്കായിരിക്കും അല്ലെ? ഓഫീസിൽ ക്ലർക്കോ അല്ലെങ്കിൽ എന്താ മാനേജർ അങ്ങനെയുള്ള പോസ്റ്റുകളിലൊക്കെ വർക്ക് ചെയ്യാം. അപ്പോൾ ചില ആളുകളുടെ പാരൻസ് ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് ദേ വിൽ ഗെറ്റ് സാലറി. മന്ത്ലിയാണ് അവർക്ക് വരുമാനം ലഭിക്കുക അല്ലേ? ചില ആളുകളുടെ എന്താണ് പാരൻസ് സാധാരണ കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കും. ഇപ്പോൾ പറമ്പുകളിൽ കിളക്കാനോ അല്ലെങ്കിൽ മറ്റു ജോലികളിലോ, ഇപ്പോൾ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടാവും അല്ലേ? ഇവരൊക്കെ എന്താണ്? ദേ വിൽ ഗെറ്റ് വേജസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ പറയുന്നത് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ എൻഗേജ്ഡ് ഫോർ ഏർണിംഗ് ലൈവ്ലിഹുഡ്. നമ്മുടെ ജീവിത വരുമാന മാർഗമായിട്ട് ലഭിക്കുന്ന ജോലികൾക്കാണ് നമ്മൾ എന്ത് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ അവിടെ നമ്മൾ ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ഇക്കണോമിക് ടേംസ്. ആ പ്രവൃത്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്കണോമിക് ടേംസിൽ നമുക്ക് അളക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരാളുടെയും പ്രവൃത്തിക്കനുസരിച്ചാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? സാലറി അല്ലെങ്കിൽ വേജസ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു, എംപ്ലോയീസ് വർക്കിംഗ് ഇൻ എ ഓഫീസ്, അതായത് വർക്കിംഗ് ഇൻ എ ബാങ്ക് അല്ലെങ്കിൽ എന്താ ഓഫീസ്, ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ സ്കൂളിൽ വർക്ക് ടീച്ചേഴ്സ് ഉണ്ടാകാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇപ്പം പിന്നെ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടാകാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം?
മറ്റിപ്പോൾ നമ്മുടെ പറമ്പുകളിലൊക്കെ കൃഷിപ്പണികൾ ചെയ്യുന്നവരുണ്ടാവും, അല്ലെ, കാർഷിക പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ടാവും. അവർക്കും നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ അവർക്കും അവരുടെ വേജസ് കിട്ടും, വേതനം ലഭിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ തരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തിനാണ് നമ്മൾ ഇത്തരം പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ടു മേക്ക് എ ലൈവ്ലിഹുഡ്. നമ്മൾ ഒരു ജീവിത മാർഗം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം നേടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളാണ് നമ്മൾ എന്താ പറയുക, ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ പേരൻസ്, പിന്നെ നമ്മൾ പറഞ്ഞത് മദർ, അല്ലേ, അമ്മ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നു, അല്ലെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒന്ന് ലവ്, നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ചെയ്യാം, നമുക്ക് ആ പ്രവൃത്തിയോട് താല്പര്യമുള്ളത് കൊണ്ട് ചെയ്യാം. രണ്ടാമത് സിമ്പതി, നമ്മൾ എന്താ, നമുക്ക് അനുകമ്പയുള്ളത് കൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ പാട്രിയോട്ടിസം, ദേശഭക്തി ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാം. ഇപ്പം ചിലപ്പോൾ ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അല്ലേ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എന്താ പാട്രിയോട്ടിസം, അവർക്ക് ദേശീയ ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ് അവരെന്ത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അവിടെ എന്തില്ല, ദർ ഈസ് നോ ഇക്കണോമിക് റിട്ടേൺസ്, സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ സാമ്പത്തിക നേട്ടമില്ലാത്ത പ്രവർത്തികളെ നമ്മൾ എന്ത് ചെയ്യുക, നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ടു ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എടുക്കുകയാണെങ്കിൽ, ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പല രീതിയിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് വരാം, അല്ലേ. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലേ. ചില ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സാധാരണ കൂലിപ്പണി അതുപോലെ മറ്റുള്ള പണികൾക്ക് പോകുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തുന്നവരുണ്ടാകാം. അപ്പം അങ്ങനെ സ്വന്തമായിട്ട് നമ്മളൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു കച്ചവടം നടത്തുകയാണെങ്കിൽ, അത് നമ്മളൊരു ഷോപ്പ് നടത്തുകയാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? ദേ വിൽ ഗെറ്റ് റിട്ടേൺ ആസ് പ്രോഫിറ്റ്, ലാഭമാണ്, അല്ലേ. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ബിസിനസ്. സച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് കോൾഡ്, അല്ലെ സച്ച് ടൈപ്പ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി ഈസ് കോൾഡ് ബിസിനസ്. ഇപ്പോൾ എന്താണ് ബിസിനസ്? ഇപ്പോൾ ബിസിനസ് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇപ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും അല്ലെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ ബിസിനസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, അല്ലേ. നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ വിൽക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങിച്ച് വിൽക്കാം. അപ്പം നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ എന്തുണ്ടാവും, നിങ്ങളുടെ വീട്ടിലൊക്കെ അടുത്ത് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടാവും, അല്ലേ. ഇത്തരം ഷോപ്പുകളിൽ അവരെന്താ ചെയ്യുന്നത്? ദേ പർച്ചേസ് ഗുഡ്സ് ഫ്രം മാർക്കറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ദേ സെൽ ദ പ്രൊഡക്ട്സ് ഇൻ ദി വില്ലേജേഴ്സ്, അല്ലെ കസ്റ്റമേഴ്സ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ വിൽക്കുകയാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ദേ പ്രൊഡ്യൂസ് ദ പ്രൊഡക്ട്സ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ ചിലപ്പോൾ പച്ചക്കറിയൊക്കെ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് അവർ കൂടുതൽ പച്ചക്കറി എന്തെങ്കിലും ചെയ്യും, നമുക്ക് ആവശ്യത്തിനധികം പച്ചക്കറി നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഷോപ്പുകളിൽ കൊണ്ടുപോയി വിൽക്കും, അല്ലേ. അപ്പോൾ ദേ അതെന്താണ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ. ഇപ്പോൾ രണ്ട് രീതിയാണ്, പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ, രണ്ട് പർച്ചേസ് ആൻഡ് സെയിൽ. ഇപ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ എന്ത് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ബിസിനസ്സിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ബിസിനസ് നമുക്ക് സാധാരണ വെറുതെ ചെയ്യാൻ പറ്റുമോ? ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, എന്ത് വേണം പറയൂ? ഫിനാൻസ്, അല്ലേ, പണം വേണം. അപ്പോൾ പണം നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ബിസിനസ് മാൻ കൊണ്ടുവരുന്ന പണത്തിന് നമ്മൾ പേരാണ് ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയും. അപ്പോൾ ഇൻ ബിസിനസ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. എന്ത് വേണം? ക്യാപിറ്റൽ വേണം, അല്ല. നമ്മൾ വെറുതെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വി റിക്വയർ മണി. അപ്പോൾ മണി ഇൻവെസ്റ്റഡ് ബൈ ദ ബിസിനസ് മാൻ ഈസ് കോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇൻ കേസ് ഓഫ് ബിസിനസ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. ഇനി അതുപോലെ എന്താണ്, നമ്മളൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും മിനിമം യോഗ്യതയുണ്ടോ? ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ വേണമല്ലോ. ഡിഗ്രി പഠിക്കണം, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പാസ്സാകണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? +2 പാസ്സാകണം, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സാകണം, അങ്ങനെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല. അപ്പം നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. അവിടെ എന്തില്ല, നമുക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ആർക്കും എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാം. എന്ത് വേണം? പണം വേണം. അത് ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ്. ഇനി ബിസിനസ് മാൻ എന്താ ലഭിക്കുന്നത്? അയാൾ ബിസിനസ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത്, അയാൾ സാധനം വാങ്ങി വിൽക്കുന്നു. അപ്പോൾ സാധനം വാങ്ങി വിൽക്കുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ്, അല്ലേ. അപ്പോൾ ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ബിസിനസ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. അപ്പോൾ ബിസിനസിൻ്റെ ലക്ഷ്യം എന്താണ്? ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്
പ്രോഫിറ്റ് ഈസ് ദ റിട്ടേൺ ഫോർ ദ ബിസിനസ്. ബിസിനസ് കിട്ടുന്ന റിട്ടേൺസ് എന്താണ്? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഓർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ ബിസിനസ്മാൻ. ബിസിനസ്മാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന് മേലെ ലഭിക്കുന്ന റിട്ടേൺസ് അല്ലെങ്കിൽ റിവാർഡിന് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്താണ് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിന് എന്ത് ആവശ്യമില്ല, പ്രത്യേകം എന്താണ് ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇപ്പം നമ്മളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങി, ഇപ്പം നമ്മൾ സാധനം ഇപ്പം വിൽക്കാൻ തുടങ്ങി. അപ്പം ഈ വിൽക്കുന്ന സാധനം എല്ലാവരും വാങ്ങിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോൾ എന്താണ് ദർ മേ ബി എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല, വാങ്ങുകയോ വാങ്ങിക്കാതിരിക്കുകയോ അല്ലേ. ചില ആളുകൾ വാങ്ങിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യില്ല, വാങ്ങിക്കില്ല. അപ്പം നമുക്കിപ്പം ഒരു ദിവസം ഇത്ര ലാഭത്തിൽ വിൽപ്പന ഉണ്ടാവുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ദർ മേ ബി എന്താണ് ചാൻസ് ഓഫ് റിസ്ക്. അപ്പോൾ റിസ്ക് ഈസ് ഇൻവോൾവ്. ബിസിനസിനെ സംബന്ധിച്ച് എന്താണ് എപ്പോഴും റിസ്ക് ആണ്. സാധ്യത എന്താണ്, ചിലപ്പോൾ നമുക്ക് നഷ്ടം വരാം അല്ലേ. ലാഭം മാത്രം ചിലപ്പോൾ എന്തിനാവും നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വിൽക്കുന്ന സാധനം ആളുകൾ വാങ്ങിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എന്ത് ചെയ്യണമെന്നില്ല, സെയിൽസ് നടക്കണമെന്നില്ല. അപ്പോൾ ദർ മേ ബി ചാൻസ് ഓഫ് ലോസ്. ചിലപ്പോൾ നഷ്ടം സംഭവിക്കാൻ സാധ്യത. ഇപ്പോൾ നമ്മളിപ്പം വെജിറ്റബിൾ ഷോപ്പൊക്കെ ആണെങ്കിൽ എന്താ കുറേ വെജിറ്റബിൾസ് എന്താവും നഷ്ടപ്പെടും അല്ലേ, മോശമായി പോകും. എല്ലാ വെജിറ്റബിൾസും നമുക്ക് വിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ദർ ഈസ് എ ചാൻസ് ഓഫ് ലോസ്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചതാണ് റിസ്ക് ഈസ് ഇൻവോൾവ്. എപ്പോഴും റിസ്ക് ആണ്. റിസ്ക് മീൻസ് എന്താണ് ചാൻസ് ഓഫ് ലോസ്, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയെ നമ്മൾ തന്നെ റിസ്ക് എന്ന് പറയാം. അപ്പോൾ ബിസിനസ്സിനകത്ത് എന്തുണ്ട്, റിസ്ക് ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ബിസിനസ്മാൻ ഇന്ന രീതിയിലെ പെരുമാറാൻ പാടുള്ളൂ, അല്ല ഇന്ന രീതിയിലെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കാൻ പാടുള്ളൂ, അങ്ങനെ പ്രത്യേക നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ദർ ഈസ് നോ കോഡ് ഓഫ് കോണ്ടാക്ട്. പ്രത്യേക എന്തല്ല സ്വഭാവ കോഡുകളൊന്നുമില്ല അല്ലേ. അയാൾക്ക് അയാളുടേതായ രീതിയിൽ അയാൾക്ക് സംസാരിക്കാൻ അയാളുടെ രീതിയിലാണ് ബിസിനസ് ചെയ്തത്. അപ്പോൾ ദർ ഈസ് നോ സ്പെസിഫൈഡ് കോഡ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എന്താണ് ഫാക്ടറി. ഇപ്പം ഫാക്ടറി ഉണ്ടാകാം അല്ലേ, പ്രൊഡക്റ്റ് ഉൽപ്പാദനം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പിന്നെ ഫർണിച്ചർ മാനുഫാക്ചറിങ് കമ്പനിയാണ്, ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ ഓയിൽ ഫാക്ടറി. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടറികൾ, അതുപോലെ തന്നെ ഷോപ്പുകൾ, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ബിസിനസ്സിനുള്ള എക്സാമ്പിളാണ് ഫാക്ടറി, ഷോപ്പ്, ഷോപ്പിംഗ് മാളുകൾ അല്ലേ. അതൊക്കെ എന്താണ് സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിനകത്ത് അടുത്തൊക്കെ മത്സ്യം കൊണ്ടുവരുന്നുണ്ടോ അല്ലെ, മത്സ്യം കൊണ്ടുവന്ന് വിൽക്കുന്നോ വണ്ടിയിലൊക്കെ, ദറ്റ് ഈസ് ഓൾസോ എ ബിസിനസ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിന് ഇത്തരം ആക്ടിവിറ്റീസിന് നമ്മൾ പറയുന്ന പേരാണ് ബിസിനസ്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. അപ്പോൾ എന്താണ് ബിസിനസ് പറയുന്നത്? ബിസിനസ് മീൻസ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെ എന്താ പറയുന്നത്, ബിസിനസ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പം അതിന് ഒരാളെന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ്? Something produced, purchase or sale in an order in an objective to earn profit is. Okay, good. സീന സഫ, ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും സീന സഫയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, ഇനി നമ്മള് മറ്റൊരു വിഭാഗം എടുക്കുകയാണ്. അപ്പം നമ്മൾ ഡോക്ടേഴ്സ് അല്ലെ, ഡോക്ടേഴ്സിനെ കേട്ടിട്ടുണ്ടാവല്ലോ. നമ്മളെല്ലാം ഡോക്ടർമാർക്ക് പോകില്ലേ സാധാരണ അല്ലെ, പനിയൊക്കെ വരുമ്പോൾ ഡോക്ടറെ പോകും അല്ലെ, എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഡോക്ടേഴ്സിനൊക്കെ പോകും അല്ലെ, പോയില്ലേ? എല്ലാവർക്കും ഡോക്ടർ ആവാൻ പറ്റുമോ? ഇല്ല. എന്ത് വേണം? MBBS മിനിമം MBBS വേണം അല്ലെ. MBBS വേണം, അല്ലെ BDS, അങ്ങനെ പല ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ വേണം അല്ലെ. പ്രത്യേക ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ എന്താ പറ്റൂ, ഡോക്ടേഴ്സ് ആകാൻ പറ്റൂ അല്ലെ. വക്കീലന്മാർക്ക് ഉണ്ടാവല്ലോ അല്ലെ, LLB അല്ല. ആരെങ്കിലും പാരന്റ്സ് ഇവിടെ വക്കീലുണ്ടോ? നമ്മുടെ ഇതിനകത്ത് ആരെങ്കിലും പാരന്റ്സ് ഉണ്ടോ വക്കീലോ ഡോക്ടറോ ഉണ്ടോ? എനിബഡി? നോബഡി. ഓക്കെ, കുഴപ്പമില്ല. എല്ലാവർക്കും ആകണമെന്നില്ല, ഒരു കുഴപ്പം. ഏത് ജോലിയായാലും നമുക്ക് അതിൻ്റെതായ മാന്യതയുണ്ട്. എന്ത് ജോലിക്കൊന്നുണ്ട്, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഐഡന്റിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക. ഇപ്പോൾ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, നമ്മളിപ്പോൾ കൊമേഴ്സുകാരെ സംബന്ധിച്ച് ഏതൊക്കെയാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലേ,
അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പ്രത്യേകം ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്, അല്ല പ്രത്യേകം നോളജ് വേണം. അപ്പോൾ സച്ച് ആക്ടിവിറ്റീസ് ആർ കോൾഡ് ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ് ഓർ സ്കിൽ. സച്ച് ആക്ടിവിറ്റീസ് ആർ കോൾഡ് പ്രൊഫഷൻ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രൊഫഷൻ. അപ്പോൾ പ്രൊഫഷൻ ഈസ് അനദർ ഇക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ അവിടെ നോക്കുക, നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ MBBS കഴിഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ടേക്ക് എ മെമ്പർഷിപ്പ് ഇൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA. അപ്പോൾ ഇൻ കേസ് ഓഫ് ലോയേഴ്സ്, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് LLB, we have to take a membership in Bar Council. And in case of Chartered Accountant, we have to become the member of Institute of Chartered Accountant of India. അപ്പോൾ ഇതിന് പിന്നെ പ്രൊഫഷണൽ ബോഡി നമുക്ക് ദർ വിൽ ബി ഇത്തരം അസോസിയേഷൻ. അത് നമ്മളിപ്പോൾ പറയുന്നത് IMA ആയാലും ബാർ കൗൺസിൽ ആയാലും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, ദേ ആർ കോൾഡ് പ്രൊഫഷണൽ ബോഡി. അപ്പോൾ വി മസ്റ്റ് ഹാവ് എ മെമ്പർഷിപ്പ് ഇൻ പ്രൊഫഷണൽ ബോഡി, ഓർ ദർ വിൽ ബി എ പ്രൊഫഷണൽ ബോഡി വിച്ച് കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദീസ് പേഴ്സൺസ്. നെക്സ്റ്റ് എന്താണ്, അവരെന്താ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെന്താ, ഡോക്ടറെ നമുക്ക് എന്താ തരുന്നത്, ദേ പ്രൊവൈഡ് സർവീസ്, അല്ലേ, അവരുടെ സേവനങ്ങളാണ്. ഇപ്പോൾ LLB വക്കീലാണെങ്കിൽ വക്കീലിൻ്റെ സേവനം നമുക്ക്, ചാർട്ടേഡ് അക്കൗണ്ട് അവരുടെ സേവനമാണ്. അപ്പോൾ ദേ ആർ റെൻഡറിങ് സർവീസസ് ആൻഡ് ദേ റിക്വയർ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ പ്രത്യേക ക്വാളിഫിക്കേഷനും വേണം, പരിശീലനവും വേണം. അപ്പോൾ യോഗ്യതയും പരിശീലനവും ഉള്ളവർക്ക് മാത്രമേ എന്താ പറ്റുള്ളൂ, പ്രൊഫഷൻ ഇത് വേണം. പ്രൊഫഷൻ റിക്വയർസ് ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു MBBS ആണെങ്കിലും നമ്മൾ MBBS ഡിഗ്രി കഴിഞ്ഞ പോലെ നമുക്ക് എന്താ പറ്റില്ല, ഡയറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് കാലം നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഡോക്ടറായിട്ട് വരുന്നത്. അതുപോലെ LLB നമ്മൾ എന്താ ഒരു വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യണം. വിച്ച് റിക്വയർസ് പ്രാക്ടീസ് ഓർ ട്രെയിനിങ്. അപ്പോൾ പ്രൊഫഷൻ റിക്വയർസ് ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പിന്നെ അതുപോലെ നമ്മൾ ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർക്ക് എന്താ കൊടുക്കുന്നത്, ഫീസ് അല്ലേ. അപ്പോൾ ദേ റിക്വയർസ് ഫീസ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന റിട്ടേൺസ് നമ്മൾ പറയുന്ന പേര് എന്താണ്, പ്രൊഫഷണൽ ഫീസാണ്. വക്കീലിനായാലും ഫീസ് കൊടുക്കും, അല്ലേ, ഡോക്ടർക്കായാലും ഫീസ് കൊടുക്കണം. ചാർട്ടേഡ് അക്കൗണ്ടന്റിനായാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്ത വർക്കിന് അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷന് പറയുന്ന പേര് ഫീസ് എന്നാണ്. നമ്മളിപ്പം ഒരു ഡോക്ടർ അയാൾ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ, ബിസിനസ് തുടങ്ങുന്ന അത്രയും ക്യാപിറ്റൽ വേണോ, വലിയ ഹോസ്പിറ്റലാണ് നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ ഉണ്ട്, ഇല്ല. ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെ വക്കീലിന് അയാൾക്ക് ഒരു ഓഫീസ് ഉണ്ടാവും. അപ്പോൾ ഓഫീസിന് ചെറിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. അപ്പോൾ ദേ റിക്വയർസ് ലിമിറ്റഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെ. വക്കീലാകുമ്പോൾ നേടാൻ ചെറിയൊരു ഓഫീസൊക്കെ വേണം. അപ്പോൾ ഓഫീസിന് ഒരു റൂം വേണം. അപ്പോൾ റൂമിന് വാടക കൊടുക്കണം, ഒരു ക്ലിനിക്കൽ സ്റ്റാഫിനെ വെക്കേണ്ടി വരും. അപ്പോൾ അത്രയും ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ദ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് ഇൻ പ്രൊഫഷൻ ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു ബിസിനസ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, ലിമിറ്റഡ് ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ പറഞ്ഞ ബിസിനസ് എന്താണ്, എപ്പോഴും റിസ്ക് ആണ്, അല്ലേ. നമ്മൾ ബിസിനസ് നടക്കുകയോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രൊഫഷനെ സംബന്ധിച്ച് എന്താണ്, ദ റിസ്ക് ഈസ് ലോ, അല്ലേ. പക്ഷേ റിസ്ക് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല ഡോക്ടർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, ആൾക്കാർ കൂടുതലായിട്ട് വരും, അല്ലേ. നല്ല ഡോക്ടർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വരും. അപ്പോൾ റിസ്ക് കുറച്ച് കുറവാണ് മറ്റുള്ളവരെ ഇപ്പോൾ ബിസിനസ് സംബന്ധിച്ച് എന്താണ്, ബിസിനസ്സായിട്ട് കമ്പയർ ചെയ്യുമ്പം പ്രൊഫഷനിലുള്ള റിസ്ക് കുറവാന്ന് നമുക്ക് പറയാം. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊഫഷൻ. ഇനി മൂന്നാമത് വരുന്നതാണ് ചില ആളുകൾ ഓഫീസിലൊക്കെ വർക്ക്, അല്ലേ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് എടുക്കുകയാണെങ്കിൽ, ഗവൺമെൻറ് എംപ്ലോയീസിന് എന്താണ്, ഗവൺമെൻറ്റാണ് നിയമനം ലഭിക്കും, അല്ലേ. നിയമനം ലഭിക്കും. ഗവൺമെൻറ് പറയുന്ന നിയമങ്ങളനുസരിച്ച് മാത്രമേ നമുക്ക് പറ്റും ജോലി ചെയ്യാൻ പറ്റൂ. അപ്പോൾ സച്ച് ആക്ടിവിറ്റീസ് ആർ കോൾഡ് എംപ്ലോയ്മെൻറ്റ്. അങ്ങനെ പറയുന്ന പേരാണ് എംപ്ലോയ്മെൻറ്റ് പറയും. അപ്പോൾ ദർ മേ ബി എൻ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. നമ്മൾ നിയമിച്ചുകൊണ്ട് ഒരു നിയമന ഉത്തരവ് ഉണ്ടാവും. നിയമന ഉത്തരവ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയാലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആയാലും നമ്മൾ അവിടെ നിയമിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു നിയമന ഉത്തരവ് ലഭിക്കണം, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, നമ്മൾ ദർ വിൽ ബി എ സർവീസ് എഗ്രിമെൻറ്റ്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രവൃത്തി എന്താണ്, നമ്മുടെ ആക്ടിവിറ്റീസ് എന്താണ്, ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് നമുക്ക് ലഭിക്കുന്ന വേതനം എന്താണ്, അതൊക്കെ കൃത്യമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്,
there will be working on ബേസ് ഓഫ് എഗ്രിമെൻറ്റ്, ആസ് പെർ എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് പ്രകാരമാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ എത്ര മണിക്ക് വരണം, എത്ര മണിക്ക് പോകണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ എവിടെ പറഞ്ഞിരിക്കും, സർവീസ് എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കും. ആ സർവീസ് എഗ്രിമെൻറ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ജോബാണെങ്കിൽ ഗവൺമെൻറ് പറയും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ പോസ്റ്റിനും ഓരോ ജോലി ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇപ്പോൾ മാനേജർക്ക് ഒരു ജോലി ഉണ്ടാവും. മാനേജറുടെ ജോലി ആയിരിക്കില്ല ക്ലർക്കിൻ്റെ ജോലി. അത് വർക്ക് കേസ് പെർ എഗ്രിമെൻറ്റ് എന്ന് പറയും. ഇനി ഇവിടെ നമുക്ക് എന്താണ്, ഓരോ ജോലിക്കും അതിൻ്റെതായ ക്വാളിഫിക്കേഷൻസും ട്രെയിനിങ്ങും ആവശ്യമാണ് അല്ലേ. ഓരോ ജോലിക്കും എന്തുണ്ടാവും, പ്രത്യേകം ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ക്ലർക്കിനുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ല മാനേജർക്ക് ഉണ്ടാവുക. അതുപോലെ എന്താണ് അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ നമ്മൾ പറയുന്ന പേര് സാലറി ഓർ വേജസ്. ഇപ്പോൾ ഗവൺമെൻറ് ജോലി മാത്രമായിരിക്കില്ല, പ്രൈവറ്റ് ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യും, കൃഷിപ്പണിക്കൊക്കെ ആൾ വരും അല്ലേ. കാർഷിക പണി പ്രവൃത്തികൾക്കും എന്ത് ചെയ്യുന്നത് ആളുകൾ വരുന്നത്. അപ്പോൾ അവരും എന്താണ്, അതും ഒരു എംപ്ലോയ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, അവർ നമ്മൾ വരുന്ന ആളുകൾക്ക് ഇത്ര മണിക്ക് വരണം, ജോലിക്ക് സമയത്ത് വരണം അല്ലേ. രാവിലെ 9 മണിക്ക് വരണം, വൈകുന്നേരം 5 മണി വരെ വർക്ക് ചെയ്യണം. ഇന്ന വർക്കൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇന്ന പണിയെടുക്കണം അല്ലേ. എന്തൊക്കെ ചെയ്യേണ്ട ജോലി എന്തൊക്കെയാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് അവർ വർക്ക് ചെയ്യും. അപ്പോൾ ദേ വിൽ ഗെറ്റ് വേജസ്. അപ്പോൾ അതും എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ആൻ എംപ്ലോയ്മെൻറ്റ്. പിന്നെ അതുപോലെ എന്താണ്, ഇപ്പോൾ നമുക്ക് ജോലി എടുക്കുന്ന ആൾക്ക് അല്ല, ദർ മേ ബി 2 persons. എന്താണ്, എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയർ മീൻസ് ദ പേഴ്സൺ ഹു പ്രൊവൈഡ് ജോബ്. അതാണ് ജോലി കൊടുക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യുക, എംപ്ലോയർ എന്ന് പറയുന്നു. ജോലി ചെയ്യുന്ന ആളെ എംപ്ലോയി എന്ന് പറയും. ദ പേഴ്സൺ ഹു വർക്കിംഗ് അണ്ടർ ദ എംപ്ലോയർ ഈസ് കോൾഡ് എംപ്ലോയി. അപ്പോൾ എംപ്ലോയി വർക്ക്സ് അണ്ടർ ദ എംപ്ലോയർ ഫോർ വേജസ് ഓർ സാലറി. അപ്പോൾ എംപ്ലോയർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, എംപ്ലോയറുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അയക്കുന്ന റെമ്യൂണറേഷനാണ് സാലറി അല്ലെങ്കിൽ വേജസ് എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. ജോലിക്ക് പോകുന്ന ആൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് പൈസയൊന്നും ആവശ്യമില്ല. നോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്. അതുപോലെ എംപ്ലോയിക്ക് എന്താണ്, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൈസ കിട്ടും അല്ലേ, ശമ്പളം കിട്ടും അല്ലെ, സാലറി വേജസ് കിട്ടും. നോ റിസ്ക്. ഇൻ എംപ്ലോയ്മെൻറ്റ് റിസ്ക് ഈസ് നോട്ട് ഇൻവോൾവ്. നോംസ് ബൈ എംപ്ലോയർ. എംപ്ലോയർ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ആര് വർക്ക് ചെയ്യേണ്ടത്, എംപ്ലോയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോംസ് ആർ ഫിക്സഡ് ബൈ എംപ്ലോയർ. എംപ്ലോയറാണ് എന്ത് ചെയ്യുന്നത്, ജോലി ദാതാവാണ് എന്ത് ചെയ്യുന്നത്, നോംസ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ആസ് പെർ ദ നോംസ് ബൈ ദി എംപ്ലോയർ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ക്ലർക്ക് ഇൻ ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസ്, മാനേജർ, ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ വരാം. അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ കൃഷിപ്പണിക്ക് വരുന്നതും എന്താണെന്ന് ഒരു എംപ്ലോയ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തികൾക്ക് നാട്ടിലുണ്ടാകുന്ന മറ്റു പല ആക്ടിവിറ്റീസിന് വരുന്നത്. ഇപ്പോൾ നമ്മളെ കൺസ്ട്രക്ഷൻ വർക്ക്, വീടിൻ്റെ പണിക്ക് വരുന്ന ആളുണ്ടാവും അല്ലേ, കോൺക്രീറ്റിൻ്റെ വർക്കിന് വരുന്ന ആളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണ്, എംപ്ലോയ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ദർ മേ ബി ഇപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസിൽ നമുക്ക് പൊതുവായിട്ട് വരുന്നത് 3 വിഭാഗമാണ്, ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബിസിനസ് നമ്മൾ പറഞ്ഞതാണ്, ബിസിനസ്സിന് എന്ത് വേണം, ബിസിനസ്സിന് പ്രധാനമായിട്ട് വരുന്നത് പ്രൊഡക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണ്. പ്രൊഫഷൻ ആകുമ്പോൾ ദേ പ്രൊവൈഡ് സർവീസ്, റെൻഡറിങ് ഓഫ് സർവീസ് ആണ്. എംപ്ലോയ്മെൻറ്റിലും സർവീസാണ് പ്രൊവൈഡ്, എംപ്ലോയി പ്രൊവൈഡ് സർവീസസ് ടു ദ എംപ്ലോയർ. പിന്നെ ബിസിനസ്സിലാകുമ്പോൾ ബിസിനസ് റിക്വയർസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. പ്രൊഫഷന് ലെസ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്, ബിസിനസ് നോ ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. In case of business, to start a business, no specified qualification is required. But in case of professional employment, qualification and training are required. In case of profession, there is a professional body. But in case of employment and business, no such bodies are required. In case of business, the risk is very high. But in case of profession, risk is very low. And in case of employment, there is no risk. And in case of profession, there is a code of conduct. നമ്മളൊരു പ്രൊഫഷണൽ ബോഡി ഉണ്ടാവും, ആ പ്രൊഫഷണൽ ബോഡി പറയുന്ന കോഡ് ഓഫ് കോണ്ടാക്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് എങ്ങനെ പെരുമാറണം, ലോയേഴ്സ് എങ്ങനെ പെരുമാറണം, അവരുടെ പ്രൊഫഷണൽ ബോഡി പ്രത്യേക കോഡ് ഓഫ് കോണ്ടാക്ട്, സ്വഭാവത്തിനുള്ള ഒരു കോഡ് ഉണ്ടാവും, സ്വഭാവ രൂപീകരണം ഉണ്ടാവും അവരുടെ. അപ്പോൾ ആ സ്വഭാവത്തിനനുസരിച്ച് അതിനനുസരിച്ച് മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെ എംപ്ലോയ്മെൻറ്റിലും എന്തുണ്ടാവും, ദിസ് ഈസ് എ കോഡ് ഓഫ് കോണ്ടാക്ട് എൻഫോഴ്സ്ഡ് ബൈ എംപ്ലോയർ പറയുന്ന രീതിയിൽ മാത്രമേ ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ, എംപ്ലോയിക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. ബട്ട് ഇൻ കേസ് ഓഫ് ബിസിനസ് ദർ ഈസ് നോ സച്ച് കോഡ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസിൽ പ്രധാനമായിട്ട് വരുന്ന
മൂന്ന് വിഭാഗമാണ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. നെക്സ്റ്റ് ആണ് ബിസിനസ്. എന്താണ് ബിസിനസ്? ഇറ്റ് സിറ്റുവേഷൻ ഓഫ് ബീങ് ബിസി. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ബിസിനസ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് the word business derived from the word busy, which means being state of busy. എപ്പോഴും എന്താണ് തിരക്ക് പിടിച്ചൊരു ജീവിതമായിരിക്കും ബിസിനസ്മാൻ്റെ അല്ലേ. അപ്പോൾ ബിസിനസ്മാൻ നമുക്കറിയാം എപ്പോഴും എന്താണ്, അയാൾ എപ്പോഴും ബിസി ആയിരിക്കും, എപ്പോഴും തിരക്ക് പിടിച്ചൊരു ജീവിതമായിരിക്കും. അപ്പോൾ എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുള്ള രീതിയാണ് ബിസിനസ് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം, ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്, പർച്ചേസ് ആൻഡ് പ്രൊഡക്ഷൻ അല്ലേ, ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ഒരു പഴയ കാറുണ്ടെന്ന് ഇരിക്കാം. നിങ്ങളൊരു വീട്ടിൽ പഴയൊരു കാറുണ്ട്, ആ കാർ നിങ്ങൾ വിറ്റു. അപ്പോൾ അതൊരു ബിസിനസ്സായി മാറുമോ? ഇല്ല. എന്തുകൊണ്ട് അത് ബിസിനസ് അല്ല പറയുന്നത്? അത് റിപ്പീറ്റ് ചെയ്യണം, ഒരേ പ്രവർത്തി റിപ്പീറ്റ് ചെയ്താലേ അതിന് ബിസിനസ് എന്ന് പറയുള്ളൂ. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ നോക്കാം, ബിസിനസ് ഈസ് ആൻ ഒക്യുപ്പേഷൻ, നമ്മളൊരു ജോലിയാണ് അല്ലേ. ബിസിനസ് എന്നൊരു ജോലിയാണ് ഇൻ വിച്ച് പീപ്പിൾ റെഗുലർലി എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു പർച്ചേസ്, പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ബിസിനസ് എന്താണ്, ഇറ്റ് ഈസ് എ occupation or it is an economic activity in which people regularly engage in activities. അത് സ്ഥിരമായിരിക്കണം, റെഗുലർ ആയിരിക്കണം. നമ്മൾ എപ്പോഴെങ്കിലും ഒരു കാർ വിൽക്കുകയോ അല്ല ഒരു വീട് വിൽക്കുകയോ അല്ല ഒരു സ്ഥലം വിൽക്കുകയോ ചെയ്താൽ അതെന്താകുന്നില്ല, ബിസിനസ് ആവില്ല. ഇറ്റ് മസ്റ്റ് ബി റെഗുലർ ആയിരിക്കണം, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ജോലി ആയിരിക്കണം. റിലേറ്റഡ് ടു പർച്ചേസ്, പ്രൊഡക്ഷൻ ആൻഡ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് എന്ത് ചെയ്യുക, സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെ വാങ്ങിക്കുകയോ വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. വിത്ത് ദ എയിം വിത്ത് എ വ്യൂ ടു ഏർണിംഗ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടു കൂടി സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങിക്കുകയോ വിൽക്കുകയും ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കണം, ഒന്ന് റെഗുലർ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. രണ്ടെന്താണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണം. മൂന്നാമത്തെ എന്താണ്, വിത്ത് എയിം ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട്. ഒന്ന് എന്താണ്, റെഗുലർ ആക്ടിവിറ്റീസ് ആയിരിക്കണം, സ്ഥിരമായിട്ടുള്ളൊരു പ്രവൃത്തി ആയിരിക്കണം. സ്ഥിരമായിട്ടുള്ള എങ്ങനെയുള്ള പ്രവൃത്തിയാണ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്, ഒന്നുകിൽ സാധനം ഉൽപ്പാദിക്കുകയും സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം, അല്ലെ സാധനം ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യാം. ഇനി ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നത്, വിത്ത് വ്യൂ ടു ഏർണിംഗ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം. അപ്പം ലാഭം ഉണ്ടാക്കുന്ന ലക്ഷ്യം ഉണ്ടായിരിക്കണം. സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ എന്നിട്ട് വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ് ആയിരിക്കണം. പിന്നെ അത് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ബിസിനസ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോലിയെ നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് എന്നോട് പറയുന്നത്. നോക്കാം, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബിസിനസ് ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. നമ്മൾ ആദ്യം പറഞ്ഞത് ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ഈസ് ടു ഏർണിംഗ് മണി ഓർ ലൈവ്ലിഹുഡ് ആൻഡ് നോട്ട് ഫോർ ലവ് ഓർ അഫെക്ഷൻ. നമ്മളൊരു ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിലൊരു താല്പര്യം കൊണ്ടോ നമ്മൾ ചെയ്യുന്നില്ല. എന്താണ്, താല്പര്യം വേണം, പക്ഷേ എന്താണ്, സ്നേഹം, മറ്റുള്ളവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നമുക്ക് ഇഷ്ടം പ്രകടിപ്പിക്കാനോ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല എന്ത്, ബിസിനസ്. നമ്മുടെ ബിസിനസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഏർണിംഗ് മണി ഫോർ ലൈവ്ലിഹുഡ്. നമ്മുടെ ജീവിത ഉപാധി, ബിസിനസ്മാൻ്റെ ജീവിത ഉപാധിയാണ് ആ ബിസിനസ് അല്ലേ. അതൊക്കെ ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം കൂടിയാണ് എന്ത്, ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ്സിലെ ലാഭം, ബിസിനസ്സിലൂടെ ഉണ്ടാകുന്ന ലാഭമാണ് അയാളുടെ ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ഈസ് എ ഇക്കണോമിക് ആക്ടിവിറ്റി the objective of which is to earning money for the livelihood of businessman. ബിസിനസ്മാൻ്റെ ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം നേടുന്നതിനുള്ള ഒരു വഴിയാണ് എന്താണ്, ബിസിനസ്. അതുകൊണ്ട് നമുക്ക് അതിന് എന്താ പറയുക, ഇറ്റ് ഈസ് എ ഇക്കണോമിക് ആക്ടിവിറ്റി. അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. രണ്ടാമത് പറയുന്നത്, ഇറ്റ് ഇൻവോൾവ്, നേരത്തെ പറഞ്ഞ എന്താണ്, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ്
ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മൾ ഒന്നിക്കലും സാധനം ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ സാധനം വാങ്ങിക്കണം അല്ലേ. അപ്പോൾ സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കാം ഇവിടെ ബിസിനസ് ഇൻവോൾവ്സ് മാനുഫാക്ചർ ദ ഗുഡ്സ്, ഇറ്റ് ഡീൽസ് ഇൻ ഓർ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ടു ദ ഫർദർ സോൾഡ് ടു കൺസ്യൂമേഴ്സ് ഓർ യൂസേഴ്സ്. അപ്പോൾ നമ്മളൊരു സാധനം ഒന്നിക്കും എന്ത് ചെയ്യണം, നമ്മളത് ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ നമ്മളത് പ്രൊക്യൂർ ചെയ്യാം മീൻസ് പർച്ചേസ് ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? ഫോർ സെയിൽ, ടു ഫർദർ സെയിൽ ടു കൺസ്യൂമേഴ്സ് ഓർ യൂസേഴ്സ്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഉപയോക്താക്കൾക്ക് എന്ത് ചെയ്യാം, വിൽക്കാൻ വേണ്ടി നമ്മൾ സാധനം വാങ്ങിക്കണം. നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കും അല്ലേ. നമ്മൾ വീട്ടിലേക്ക് നമ്മൾ അരി വാങ്ങിക്കുന്നോ, പച്ചക്കറി വാങ്ങിക്കുന്നോ, മത്സ്യം വാങ്ങിക്കുന്നോ, ഇതൊക്കെ വാങ്ങിക്കുന്നത് അതൊക്കെ ബിസിനസ്സാണോ? നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ബിസിനസ്സാണോ? അല്ല. നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി, നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്തല്ല, ബിസിനസ്. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ ഷോപ്പുകാർ അവർ സാധനം വാങ്ങിച്ച് നമുക്കിതല്ല, അവർ വിൽക്കാൻ വേണ്ടിയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചതാണ് ബിസിനസ്. ഷോപ്പുകാരെ സംബന്ധിച്ചത് ബിസിനസ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് എന്തല്ല, ബിസിനസ് അല്ല. അപ്പം എന്താണ് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ, എന്താണ് ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ബിസിനസ് പ്രധാനമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ഇറ്റ് ഇൻവോൾവ് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ സാധനങ്ങൾ ഒന്നിക്കലും ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ നമ്മളത് വാങ്ങിക്കണം. എന്തിനു വേണ്ടിയാണ്? ഫോർ സെല്ലിംഗ് ഇറ്റ് ടു ദ യൂസേഴ്സ് ഓർ നീഡഡ് പീപ്പിൾ, ദേ ആർ കോൾഡ് കസ്റ്റമേഴ്സ്. നമ്മൾ പറയുന്നവരാണ്, അവരെ നമ്മൾ കസ്റ്റമേഴ്സിലെ ഉപഭോക്താവ് എന്ന് പറയും. അപ്പോൾ ഉപഭോക്താവിന് വിൽക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സാധനം ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിരിക്കണം. അപ്പോൾ ദർ മേ ബി പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ അവിടെ ഒരു വാങ്ങൽ ഉണ്ടായിരിക്കണം അല്ലേ. ഒന്നിക്കൽ ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കണം. സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ടു സെൽ ടു ദ കസ്റ്റമേഴ്സിന് വിൽക്കാൻ വേണ്ടി. നെക്സ്റ്റ് വരുന്നത് ഇസ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനം വാങ്ങുക മാത്രമല്ല, അത് നേടാം അവിടെ സെയിൽ, വിൽപ്പന ഉണ്ടാകും അല്ലെ, എക്സ്ചേഞ്ച് ചെയ്യണം ഗുഡ്സ്. അപ്പോൾ സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ദ ബയർ. അപ്പോൾ ആരാണ് സെല്ലർ, ആരാണ് ബയർ? സെല്ലർ മീൻസ് ദ പേഴ്സൺ ഹൂ സെൽ ദ ഗുഡ്സ്. ആരാണോ സാധനം വിൽക്കുന്നത് അയാളെ നമ്മളെന്ത് ചെയ്യും, സെല്ലർ എന്ന് പറയും അല്ലേ. ദ പേഴ്സൺ ഹൂ ബൈ ദ ഗുഡ്സ് ഈസ് കോൾഡ് ബയർ. അപ്പോൾ ദർ ഈസ് എ സെല്ലർ ബയർ റിലേഷൻഷിപ്പ്. അവിടെ ഉണ്ടാവും ഒരു സെല്ലർ, ഒരു വാങ്ങുന്ന ആളും ഉണ്ടാകണം, ഒരു വിൽക്കുന്ന ആളും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻ ബിസിനസ് ഇൻവോൾവ്സ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യപ്പെടണം. അപ്പോൾ നമ്മൾ സാധനം, അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സാധനം വാങ്ങിക്കുന്നത് അതിന് പകരം നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് നടക്കുകയാണ്, ഗുഡ്സ് ആൻഡ് ക്യാഷ്. അപ്പോൾ നമുക്ക് സാധനം ഇങ്ങോട്ട് കിട്ടുന്നു, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ദർ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇപ്പോൾ നമ്മളിപ്പം ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ സേവനമാണ് ലഭിക്കുക, സർവീസാണ് ലഭിക്കുന്നത് അല്ലേ. അതിന് നമ്മൾ ക്യാഷ് കൊടുക്കണം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമ്മൾ അവിടെ സാധനം വാങ്ങിക്കുന്നത്, അവിടെ ഗുഡ്സാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ ബിസിനസ് ഇൻവോൾവ്സ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. നെക്സ്റ്റ് വരുന്നത് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ റെഗുലർ ബേസിസ്. എന്നാൽ നമുക്ക് റെഗുലർ ആയിരിക്കണം. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളൊരു പഴയ കാർ വിറ്റ് കഴിഞ്ഞാൽ അതെന്താകുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് എ ബിസിനസ്. അത് നമ്മൾ റെഗുലറായി ചെയ്യുന്നില്ല. നമ്മൾ റെഗുലറായി ചെയ്യുന്ന കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അതെന്താണ്, ഇറ്റ് ഈസ് എ ബിസിനസ് അല്ല. നമ്മുടെ വീട്ടിൽ കുറേ കാലം ഉപയോഗിച്ചു, നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കി പുതിയ കാർ വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മൾ പഴയ കാർ വിൽക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നില്ല, ബിസിനസ്സായിട്ട് മാറുന്നില്ല. വൺ സിംഗിൾ ട്രാൻസാക്ഷൻ ഓഫ് സെയിൽ ഓർ പർച്ചേസ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ബിസിനസ്. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ വീട്ടിലുള്ള ഒരു പഴയ കാർ നമ്മൾ വിൽക്കുന്നത് അത് സിംഗിൾ ട്രാൻസാക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സിംഗിൾ ട്രാൻസാക്ഷൻ എന്താവുന്നില്ല, ബിസിനസ്സായിട്ട് മാറില്ല എന്ന് പറയും. അപ്പോൾ അതെന്തായിരിക്കണം, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ബിസിനസ്. അപ്പോൾ ദർ വിൽ ബി ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ റെഗുലർ ബേസിസ്. സ്ഥിരമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മെയിൻ ഒബ്ജക്റ്റ് ഓഫ് എവരി ബിസിനസ് ഈസ് ടു ഏർണിംഗ് പ്രോഫിറ്റ് അല്ലേ. പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ്. പ്രോഫിറ്റ് ഈസ് ദ മെയിൻ ഇൻകം ഓഫ് ദ ബിസിനസ്മാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകമാണ് എന്ത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഏർണിംഗ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ നമ്മളെല്ലാ ബിസിനസ്സും ചെയ്യുന്നതും എന്താണ്, സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത് എല്ലാ പ്രോസസ്സ് ചെയ്യുന്നത് എന്തിനാണ്, ഫോർ ഏർണിംഗ് പ്രോഫിറ്റ്. അപ്പോൾ നോ ബിസിനസ് ക്യാൻ സർവൈവ്
ഫോർ ലോങ് വിത്തൗട്ട് പ്രോഫിറ്റ്. ലാഭമില്ലാതെ നമുക്ക് എന്താ പറ്റില്ല, ഒരു ബിസിനസ് മുന്നോട്ട് കാലം കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ദ മെയിൻ ഇൻകം ഓഫ് ദ ബിസിനസ് മാൻ ഈസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അയാൾ ബിസിനസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ലാഭമില്ലാതെ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പം പ്രോഫിറ്റ് മേക്കിംഗ് ഈസ് another objective of business, or one of another characteristics of business is the activities or buying and selling of goods is for earning profit. അപ്പോൾ നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നതെങ്കിൽ മാത്രമേ ഞാൻ പറയാൻ പറ്റും നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു സാധനം നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്നു അല്ലേ. നമ്മളൊരു കുറേ സാധനങ്ങൾ വാങ്ങിച്ചാൽ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അവർ കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറില്ല, ബിസിനസ് ആകില്ല. ദർ മേ ബി എൻ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. നെക്സ്റ്റ് വൺ ഈസ്, ഇപ്പം നമുക്ക് ഒരു ബിസിനസ്സിൽ നമ്മളിപ്പോൾ ഇന്ന ദിവസം അല്ലെങ്കിൽ നാളെ ഇത്ര പൈസയുടെ ബിസിനസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇത്ര പൈസയുടെ സെയിൽസ് ഉണ്ടാവും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ ദർ ഈസ് അൺസർട്ടനിറ്റി ആണ്, അനിശ്ചിതത്വം ഓഫ് റിട്ടേൺ. നമുക്ക് എത്ര പൈസ നാളെ കിട്ടും, നമുക്ക് എത്ര സെയിൽസ് ഉണ്ടാവും, നാളെ എത്ര ലാഭം ഉണ്ടാവും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ലാക്ക് ഓഫ് നോളജ് റിലേറ്റിംഗ് ടു ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദ ബിസിനസ് ഈസ് ഗോയിങ് ടു ഏൺ ഇൻ ഗിവൺ പീരിയഡ്. ഇപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നാളെ നമുക്ക് ഇത്ര പൈസ ബിസിനസ്സിലൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് എന്താ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ലോസസ്. നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ദർ മേ മെനി റീസൺസ്. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഷോപ്പിനകത്ത് എന്തെങ്കിലും എന്ത് ചെയ്യുക, ഫയർ ഉണ്ടാവുമോ, ലൈക്ക് തഫ്റ്റ് ഉണ്ടാവുകയോ ഒക്കെ വരാം. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവച്ച സ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, മോശമായി പോകാം. അപ്പോൾ ദർ മേ ബി പോസിബിലിറ്റി ഓഫ് ലോസസ്. അപ്പോൾ ദർ ഈസ് അൺസേർട്ടൺ, അനിശ്ചിതത്വം. നമ്മുടെ ബിസിനസ് എപ്പോഴും എന്താണ്, ബിസിനസ് ഈസ് ഫുൾ ഓഫ് അൺസേർട്ടൺ. ബിസിനസ്മാൻ ഹാവ് നോ നോളജ് അബൌട്ട് the amount of money that a business will be earned in the future. ഭാവിയിൽ നമുക്ക് എത്ര ബിസിനസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ലാഭം ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ എത്ര പൈസയുടെ സാധനം വിൽക്കാൻ പറ്റുന്നതിനെ പറ്റിയും നമുക്ക് എന്താ പറ്റില്ല, കൃത്യമായിട്ട് ഒരു നോളജും ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഈസ് അൺസേർട്ടൺ. അപ്പോൾ ബിസിനസ് ഈസ് ഫുൾ ഓഫ് അൺസേർട്ടൺ. എപ്പോഴും അനിശ്ചിതത്വമാണ് ബിസിനസ്സിൽ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അൺസേർട്ടനിറ്റി ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ലോസ്. അൺസേർട്ടിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ അൺസേർട്ടിറ്റി എല്ലാം അനിശ്ചിതത്വമാണ് അല്ലേ. നമുക്ക് നാളെ എത്ര പൈസയുടെ സാധനം വിൽക്കാൻ പറ്റുന്നോ, അപ്പോൾ നാളെ എത്രമാത്രം സെയിൽസ് ഉണ്ടാകുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് റിസ്ക്. ബിസിനസ്സിനകത്ത് പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇപ്പം നമ്മളെ കൊണ്ടുവന്ന സാധനങ്ങൾ, ഇപ്പം നമ്മളൊരു ഗ്രോസറി ഷോപ്പാണ്, കുറേ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ചിലപ്പോൾ എന്തെയ്യുന്നില്ല, നമുക്ക് മുഴുവനായിട്ടും വിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുറേ വെജിറ്റബിൾസ് ഇപ്പോൾ എന്താവും, നഷ്ടപ്പെട്ടു പോകും അല്ലേ. ഇനി അതുപോലെ ചിലപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അകത്ത് നിന്ന് ചേഞ്ചസ് ഇൻ കസ്റ്റമേഴ്സ് ടേസ്റ്റ്, കസ്റ്റമറുടെ താല്പര്യങ്ങളും മാറ്റം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ അല്ലേ, പുതിയ മൊബൈൽ ഫോണുകളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം അതിൻ്റെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നേരത്തെയുള്ള പഴയ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത് വിൽക്കാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ ഫാഷൻ, നമ്മുടെ ഫാഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഓരോ പുതിയ ഫാഷൻ വരും. അപ്പോൾ പഴയ സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല, പഴയ ഫാഷനിലുള്ള ഡ്രസ്സുകളൊക്കെ ആൾ വാങ്ങിക്കാൻ തയ്യാറാകില്ല. അപ്പോൾ അത് നമുക്ക് നഷ്ടമായിട്ട് വരും. അതുപോലെ ചേഞ്ച് ഇൻ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, പുതിയ മെത്തേഡ് വരുമ്പം എന്താകും, പുതിയ മെത്തേഡ് ഉപയോഗിച്ച് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കുറച്ചുകൂടി എന്തായിരിക്കും, ലാഭകരമായിരിക്കും. പഴയ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കെന്തിനാ, മറ്റുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പുതിയ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പഴയ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് അവരോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചിലവ് കൂടും, അവരുടെ ചിലവ് കുറയും. അല്ല സ്ട്രൈക്ക്, എംപ്ലോയീസിൻ്റെ സ്ട്രൈക്ക് ഉണ്ടാകാം, ലോക്കൗട്ട്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കൊറോണ സമയത്ത് എന്തായി, ലോക്ക്ഡൗൺ ഉണ്ടായപ്പോൾ എന്തായി, കുറേ ദിവസങ്ങളോളം നമ്മുടെ ബിസിനസ് എല്ലാം അടഞ്ഞു കിടന്നു അല്ലേ. അടഞ്ഞു കിടന്നപ്പോൾ ഒരുപാട് നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗണ്, അതുപോലെ തന്നെ സ്ട്രൈക്ക്, എംപ്ലോയീസിൻ്റെ സ്ട്രൈക്ക് ഉണ്ടാകും, വർക്ക് പ്ലേസ്. ഇപ്പം ഫാക്ടറി ഒക്കെ ആണെങ്കിൽ ഫാക്ടറിയിലൊക്കെ എന്ത് ചെയ്യാം, എംപ്ലോയീസ് സ്ട്രൈക്ക് ഉണ്ടാകുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ നടക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി ചാർജ് അടക്കണം, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അടക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അടക്കേണ്ടി വരും. പക്ഷെ നമുക്ക് എന്തില്ല, വി ഹാവ് നോ പ്രൊഡക്ഷൻ. അപ്പോൾ അത് ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇൻക്രീസ് ദി കോമ്പറ്റീഷൻ ഇൻ മാർക്കറ്റ്, പുതിയ കോമ്പറ്റീഷൻ വരിക. അപ്പോൾ പുതിയ കോമ്പറ്റീഷൻ വരുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ എന്താണ് ഷെയർ കുറയും.
അതുപോലെ ഫയർ, തീപിടുത്തുണ്ടാവാം, തെഫ്റ്റ്, കളവുണ്ടാവാം, ആക്സിഡൻസ് ഉണ്ടാവാം, നാച്ചുറൽ കലാമിറ്റീസ്. ഇപ്പം നമ്മൾ എന്തുപോലെ മുമ്പ് നമുക്കെന്തുണ്ടായി, പിന്നെ പ്രളയമുണ്ടായി, ഫ്ലഡ് ഉണ്ടായപ്പോൾ നമ്മൾ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് മെറ്റീരിയൽസ് അവരുടെ സ്റ്റോക്കുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ്, ദർ മേ ബി ചാൻസ് ഓഫ് ലോസ് ഓർ ദർ ഈസ് എൻ ഇലമെൻറ്റ് ഓഫ് റിസ്ക്. ഇപ്പോൾ ബിസിനസ്സിന് എപ്പോഴും എന്താണ്, ഫുൾ ഓഫ് റിസ്ക് ആണ്. ബിസിനസ് ഈസ് ഫുൾ ഓഫ് റിസ്ക്. നമ്മൾ പറയും ബിസിനസ് ഈസ് അൺസർട്ടൺ ആണ്. സോ ദർ മേ ബി ചാൻസ് ഓഫ് ലോസ്, നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് നമുക്ക് പറയാൻ എന്താണ്, ഇറ്റ് ഹാസ് എൻ എലമെൻറ്റ് ഓഫ് റിസ്ക്. ബിസിനസ്സിൽ എപ്പോഴും എന്താവും, റിസ്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.